രാജ്യത്തിന് സ്വാതന്ത്ര്യം ലഭിച്ചിട്ട് 66 വർഷങ്ങൾ പൂർണ്ണം. രാജ്യമാകെ ആഘോഷത്തിന്റെ ലഹരിയിലായി. കിഴക്കൻ മേഖലയിൽ സർക്കാർ തലത്തിലും വിവിധ സംഘടനകളുടെയും സ്ഥാപനങ്ങളുടെയും നേതൃത്വത്തിലും ആഘോഷങ്ങൾ സംഘടിപ്പിച്ചു. പത്തനാപുരം താലൂക്ക് റിപ്പബ്ലിക് ദിനാഘോഷ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ താലൂക്ക് ഓഫീസിൽ സംഘടിപ്പിച്ച ആഘോഷം പുനലൂർ എംഎൽഎ അഡ്വക്കേറ്റ് കെ രാജു പതാക ഉയർത്തി ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ രാജ്യത്തിന് സ്വാതന്ത്ര്യം കിട്ടിയിട്ട് 66 വർഷം പൂർത്തീകരിച്ചു. 67ാം വാർഷിക ദിനമാണ്. ഈ രാജ്യത്തിന് സ്വാതന്ത്ര്യം നേടിയെടുക്കാൻ വേണ്ടി പോരാടിയ ആ പോരാട്ടത്തിനിടയിൽ വീരജനമാണ് ധീരരായിട്ടുള്ള രക്തസാക്ഷികളെ, സ്വാതന്ത്ര്യ സമര സേനാനികളെ നമുക്ക് ഈ അവസരത്തിൽ സ്മരിക്കേണ്ടതുണ്ട്. പോലീസ്, എക്സൈസ്, വനം സേനാംഗങ്ങൾ, എൻസിസി കേഡറ്റുകൾ തുടങ്ങിയവർ പതാക വന്ദനം നടത്തി. തഹസിൽദാർ എസ് ലംബോധരൻപിള്ള അധ്യക്ഷനായി. സംഘാടക സമിതി ജനറൽ കൺവീനർ അഡ്വക്കേറ്റ് കെ സുരേന്ദ്രൻ സ്വാഗതം പറഞ്ഞു. പുനലൂർ നഗരസഭാ ചെയർപേഴ്സൺ ഗ്രേസി ജോൺ സ്വാതന്ത്ര്യദിന സന്ദേശം നൽകി. വൈസ് ചെയർമാൻ എസ് ബിജു, അഡീഷണൽ തഹസിൽദാർ മുട്ടറ ഉദയഭാനു, വാർഡ് കൌൺസിലർ വത്സ ജെ പി ജോൺ തുടങ്ങിയവർ സംസാരിച്ചു. റിപ്പബ്ലിക് ദിനാഘോഷ കമ്മിറ്റിയുടെ ഫണ്ടിൽ നിന്ന് താലൂക്ക് ആശുപത്രിയിലെ പാഥയം പദ്ധതിക്ക് സംഭാവന നൽകുന്ന 20,000 രൂപ തഹസിൽദാർ കൈമാറി. മികച്ച സേവനത്തിന് താലൂക്ക് ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ ആർ ഷാഹിഷായ്ക്ക് ഡെപ്യൂട്ടി തഹസിൽദാർ മുട്ടറ ഉദയഭാനു ചടങ്ങിൽ ഉപഹാരം നൽകി. പുനലൂർ മുനിസിപ്പൽ ഓഫീസിൽ സംഘടിപ്പിച്ച ആഘോഷങ്ങൾ വിപുലമായിരുന്നു. രാവിലെ 8-ന് ചെയർപേഴ്സൺ ഗ്രേസി ജോൺ പതാക ഉയർത്തി. ആദരസൂചകമായി സൈറൺ മുഴക്കിയാണ് നഗരസഭ സ്വാതന്ത്ര്യദിനത്തെ വരവേറ്റത്. ഏകത്വമെന്ന ആ വിശ്വാസത്തോട് മുറുകെ പിടിച്ചുകൊണ്ട് ഈ ആഗസ്റ്റ് 15 കാത്തു സൂക്ഷിക്കണമെന്നും നമുക്ക് കിട്ടിയ സ്വാതന്ത്ര്യത്തിലേക്ക് മാറ്റുമെന്നും ഓർമ്മിപ്പിച്ചുകൊണ്ട് നമ്മുടെ മഹാരാജന്മാർ നമുക്ക് നേടിത്തന്ന സ്വാതന്ത്ര്യം കാത്തു സൂക്ഷിക്കണമെന്നും അത് കണ്ണിലെ കൃഷ്ണമണി പോലെ എന്നും കാത്തു സൂക്ഷിക്കാൻ നമ്മൾ പരിശ്രമിക്കണമെന്നും വൈസ് ചെയർമാൻ എസ് ബിജു, പ്രതിപക്ഷ നേതാവ് എബ്രഹാം ജോർജ് തുടങ്ങിയവർ ആഘോഷ പരിപാടികൾക്ക് നേതൃത്വം നൽകി. പുനലൂർ സെന്റ് തോമസ് സ്കൂളിൽ സ്കൂൾ മാനേജിംഗ് ഡയറക്ടർ സന്തോഷ് കെ തോമസ് പതാക ഉയർത്തി. വിദ്യാർത്ഥികളുടെ വിവിധ കലാപരിപാടികളും പ്രച്ഛന്നവേഷ മത്സരവും സംഘടിപ്പിച്ചിരുന്നു. സ്കൂൾ ചെയർമാൻ ജേക്കബ് തോമസ്, ഡയറക്ടർമാരായ ജിബി ജേക്കബ്, VS തോമസ്, അലക്സ് തോമസ്, പ്രിൻസിപ്പൽ എലിസബത്ത് ഫിലിപ്പ്, ഹെഡ്മിസ്ട്രസ് വത്സ തങ്കച്ചൻ, വൈസ് പ്രിൻസിപ്പൽ ഗോപാലകൃഷ്ണൻ എന്നിവർ പങ്കെടുത്തു. പുനലൂർ പകിടി 41 നമ്പർ അംഗൻവാടിയിൽ നഗരസഭാ കൌൺസിലർ ജിജി കെ ബാബു പതാക ഉയർത്തി. പാറട്ടെ പാറട്ടെ പാറി പറക്കട്ടെ ഭാരതത്തിന്റെ പതാക. കുട്ടികളും രക്ഷാകർത്താക്കളും നാട്ടുകാരും ആഘോഷങ്ങളിൽ പങ്കുചേർന്നു. ചടങ്ങിൽ സംബന്ധിച്ചവർക്ക് മധുരപലഹാരങ്ങളും മിഠായികളും വിതരണം ചെയ്തു. നഗരസഭാ മുൻ ചെയർമാൻ എം എ രാജഗോപാൽ, അധ്യാപിക ഷീജ എസ്, ഹെൽപ്പർ ഷേർലി ബി എന്നിവർ നേതൃത്വം നൽകി. സ്വാതന്ത്ര്യദിന റാലിയിൽ അംഗൻവാടിയിലെ കുട്ടികളും രക്ഷാകർത്താക്കളും പ്രദേശവാസികളും പങ്കെടുത്തു. കുതിരച്ചിറ 44 നമ്പർ അംഗൻവാടിയിൽ അധ്യാപിക ബിന്ദു സി, ഹെൽപ്പർ ശോഭനാകുമാരി എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു ആഘോഷങ്ങൾ. നഗരസഭാ കൌൺസിലർ ജിജി കെ ബാബു പതാക ഉയർത്തി. പുനലൂർ നഗരസഭാ മുൻ ചെയർമാൻ എം എ രാജഗോപാൽ സന്നിഹിതനായിരുന്നു. കുട്ടികൾക്ക് മധുരപലഹാരങ്ങളും മിഠായികളും വിതരണം ചെയ്തു. തൂക്കുപാലത്തിന് മുൻവശത്തെ ഗാന്ധി പ്രതിമയ്ക്ക് സമീപത്തായിരുന്നു BJPയുടെ ആഘോഷങ്ങൾ. മഹിളാ മോർച്ച സംസ്ഥാന സെക്രട്ടറി ബി രാധാമണി പതാക ഉയർത്തി. പ്രവർത്തകർ പതാകവന്ദനം നടത്തി. അഖണ്ഡതയും സുരക്ഷിതത്വവും കാത്തുസൂക്ഷിക്കുന്നതിനു വേണ്ടി ജീവൻ അർപ്പിച്ചുകൊണ്ടിരിക്കുന്ന ജവാന്മാർക്ക് ആദ്യമായി ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ടും അവർക്ക് കരുത്തേകുവാനും നമ്മുടെ രാജ്യത്തിന്റെ സുരക്ഷയ്ക്കും വേണ്ടിയിട്ട് ഭാരതീയ ജനതാ പാർട്ടി ഇവിടെ പതാക ഉയർത്തുന്നു.
അഞ്ചലിലും പരിസര പ്രദേശങ്ങളിലും വിവിധ കേന്ദ്രങ്ങളിൽ വിവിധ സംഘടനകളുടെയും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെയും നേതൃത്വത്തിൽ സ്വാതന്ത്ര്യദിനാഘോഷ പരിപാടികൾ സംഘടിപ്പിച്ചു. ആറോ ജംഗ്ഷനിൽ അഞ്ചൽ ഈസ്റ്റ് HSSന്റെയും ശബരിഗിരി സ്കൂളിന്റെയും നേതൃത്വത്തിൽ റാലികൾ സംഘടിപ്പിച്ചു. ആറോ ജംഗ്ഷനിലെ ഗാന്ധി പ്രതിമയിൽ അധ്യാപകരും വിദ്യാർത്ഥികളും പുഷ്പഹാരം അണിയിച്ചു. ഏരൂരിൽ ഏരൂർ ഗവൺമെന്റ് LPS വിദ്യാർത്ഥികൾ റാലി സംഘടിപ്പിച്ചു. സ്കൂളങ്കണത്തിൽ നിന്ന് ആരംഭിച്ച റാലി ഏരൂർ ജംഗ്ഷൻ വലം വെച്ച് തിരികെ സ്കൂളിൽ സമാപിച്ചു. തുടർന്ന് സ്കൂളിൽ ആഘോഷ പരിപാടികൾ നടന്നു. അഞ്ചലിലും പരിസര പ്രദേശങ്ങളിലും വിവിധ രാഷ്ട്രീയ പാർട്ടികൾ ആഘോഷ പരിപാടികളുടെ ഭാഗമായി പതാക ഉയർത്തി. BJP പ്രവർത്തകർ മാവിളയിൽ ധീരജവാൻ ജോയിക്കുട്ടിയുടെ സ്മൃതി മണ്ഡപത്തിൽ പതാക ഉയർത്തുകയും പുഷ്പാർച്ചന നടത്തുകയും ചെയ്തു. തെന്മല ഗവൺമെന്റ് LPSൽ രാവിലെ 9 മണിക്ക് ഹെഡ് മിസ്ട്രസ് K. സുജാത പതാക ഉയർത്തി. തുടർന്ന് വിദ്യാർത്ഥികളും അധ്യാപകരും രക്ഷാകർത്താക്കളും ചേർന്ന് സ്വാതന്ത്ര്യദിന റാലി നടത്തി. തുടർന്ന് നടന്ന പൊതുയോഗം ഹെഡ് മിസ്ട്രസ് ഉദ്ഘാടനം ചെയ്തു. മാതൃസമിതി പ്രസിഡന്റ് K. ശ്രീലത അധ്യക്ഷയായി. ചടങ്ങിൽ തെന്മല റെയിൻ ഡ്രോപ്സ് ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ് കുട്ടികൾക്ക് പഠനോപകരണങ്ങൾ വിതരണം ചെയ്തു. ചിതറ പരുത്തി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ചിതറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് S. മുരളീധരൻ നായർ ദേശീയ പതാക ഉയർത്തി. രാജ്യത്തിന്റെ അഖണ്ഡതയും മതേതരത്വവും ഐക്യവും കാത്തുസൂക്ഷിക്കാനുള്ള ധാർമ്മിക ബാധ്യത പുതുതലമുറയ്ക്കാണെന്ന് അദ്ദേഹം സന്ദേശത്തിൽ പറഞ്ഞു. NCC, NSS, JRC ഗ്രൂപ്പുകളുടെ പരേഡും നടന്നു. പഞ്ചായത്ത് അംഗം മുല്ലശ്ശേരി നജീം അധ്യക്ഷനായി. കൊട്ടാരക്കര കാർഷിക വികസന ബാങ്ക് പ്രസിഡന്റ് കൊല്ലായിൽ സുരേഷ്, സ്കൂൾ പ്രിൻസിപ്പൽ KR ഷൈജു തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് കുട്ടികളുടെ സ്വാതന്ത്ര്യദിന റാലിയും നടന്നു. മടത്തറ ജംഗ്ഷനിൽ നിന്ന് ആരംഭിച്ച റാലി സ്കൂളങ്കണത്തിൽ സമാപിച്ചു. ചിതറ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ PTA പ്രസിഡന്റ് ബൈജു പതാക ഉയർത്തി. ഹെഡ്മാസ്റ്റർ മനോഹരൻ, പ്രിൻസിപ്പൽ അനിൽകുമാർ, രാജേന്ദ്ര പ്രസാദ് തുടങ്ങിയവർ സംസാരിച്ചു. സ്വാതന്ത്ര്യദിന റാലിയും തുടർന്ന് കലാപരിപാടികളും സംഘടിപ്പിച്ചു. ചിതറ ഗവൺമെന്റ് LPSൽ നടന്ന സ്വാതന്ത്ര്യദിനാഘോഷത്തിൽ സ്കൂൾ PTA വൈസ് പ്രസിഡന്റ് ബൈജു പതാക ഉയർത്തി. PTA പ്രസിഡന്റ് ഹംസ, ഹെഡ്മിസ്ട്രസ് നബീസത്ത് BV എന്നിവർ ആശംസകൾ അർപ്പിച്ചു. തുടർന്ന് വർണ്ണാഭമായ സ്വാതന്ത്ര്യദിന ഘോഷയാത്ര നടന്നു. ന്യൂസ് ബ്യൂറോസ്, പുനലൂർ, അഞ്ചൽ, തെന്മല, കടക്കൽ.